യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് ബേസിൽ ബിജു. ഞാൻ പാലക്കുഴ സെൻറ്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 7-ാം തീയതിയാണ്. അതിനു മുമ്പേ തൊട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിച്ചു വരുന്ന ആൾക്കാരായിരുന്നു. കാരണം പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു 2019. 2019 ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ 10 വർഷം ആയിട്ടുള്ള അലർജി, ആസ്മ എല്ലാം മാറിയത്. അതിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ അനുഗ്രഹം കിട്ടിയപ്പോൾ തന്നെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് പപ്പയ്ക്ക് ഹാർട്ട് ഫെയിലിയർ വന്നായിരുന്നു. പമ്പിങ് 10% കുറഞ്ഞു പോയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉടമ്പടിയിൽ ഞങ്ങൾ പപ്പ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് പപ്പയുടെ ഇത് പമ്പിങ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്, 73% നോർമലായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പപ്പയ്ക്ക് ഇങ്ങനെ അസുഖം വന്ന സമയത്താണ് എന്നോടൊരു ചാച്ചൻ പറയുന്നത് ജർമ്മനിക്ക് പോകാം, അവിടെ ഇത് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടും, അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് പഠിക്കുകയും ചെയ്യാതെ. ഞാനിവിടെ നാട്ടിൽ BCom ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ BComൻ്റെ ഇടയ്ക്ക് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ജർമ്മനിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കി ഏകദേശം എല്ലാം ഒരു 90% പിന്നെ പൈസ റെഡി ആയാൽ മതി എന്നുള്ളൊരു കേസായി. 10 ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് റെഡി ആകാൻ എന്തുകൊണ്ടും നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുള്ളതും ദൈവത്തിനോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം എന്നെ ജർമ്മനിക്ക് വിട്ടാൽ മതി. കാരണം നമുക്കറിയാൻ മേലല്ലോ ഇപ്പം നമുക്ക് അവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പായിട്ട് അറിയാൻ മേല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ അങ്ങനെ ഇതിൽ പ്രാർത്ഥിച്ച് പിന്നീട് ഞാനൊരു ഉടമ്പടി എടുക്കാം, അപ്പോൾ നന്നായിട്ട് ഒന്നോടെ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഉടമ്പടി എടുത്തു. നിയോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെച്ചു. അങ്ങനെ ഇത് നിയോഗത്തിൽ വെച്ച് ഡേറ്റൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ആ കേസ് പിന്നെ ഞാൻ വിട്ടു. ഇവിടെ BCom കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ ജർമ്മനി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ BComലേക്കുള്ള ശ്രദ്ധയൊക്കെ നിർത്തി. 5th സെമസ്റ്റർ എക്സാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ വന്നു കഴിഞ്ഞപ്പം ഞാനിത് എഴുതണമെന്ന് തന്നെ ആലോചിച്ചിരുന്നു. കാരണം ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ പൈസ റെഡിയായി കഴിഞ്ഞാൽ അന്നേരം തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ പോകാം. അത് ഒഴിവാക്കിയ കേസാണല്ലോ എന്നുള്ള വിചാരിച്ച് ഞാനിത് പോകാമെന്നുള്ള രീതിയിൽ BComൽ ശ്രദ്ധ വിട്ടു. 5th സെമസ്റ്റർ എക്സാം ചുമ്മാ പോയി എഴുതാമെന്നുള്ള രീതിയിൽ എഴുതി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പോക്ക് നടക്കത്തില്ല. എൻ്റെ 5th സെമസ്റ്ററും പോയി, മിക്കവാറും എൻ്റെ ഒരു വർഷം BComലൂടെ BCom പഠിച്ച് പോകുന്നു തോന്നി. അപ്പോൾ ഞാൻ ആ നിയോഗത്തിൽ പിന്നീട് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിയോഗത്തിൽ ഇതെല്ലാം വെച്ചു. 5th സെമസ്റ്ററിൻ്റെ ഇതും വെച്ചു. അതേപോലെ തന്നെ ഇനി നാട്ടിൽ PGDMO MBO ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ഉള്ള ഇതിലാക്കി. കാരണം പപ്പയ്ക്കൊക്കെ നോർമലായി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇത് ഉടമ്പടിയിൽ വെച്ചു. പക്ഷേ മാറ്റ് എക്സാം എന്ന് പറയുന്നത് നല്ല പാടായിട്ടുള്ള എക്സാമാണ്, നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മാറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഏകദേശം ലാസ്റ്റ് സമയത്താണ് ഞാനിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് പഠിച്ചൊന്നുമില്ല. ഉടമ്പടി വെച്ചു. ഞാൻ നല്ല ദൈവവിശ്വാസത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് എപ്പോഴും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇത് ഉടമ്പടിയിൽ വെച്ചേക്കുന്ന ഇതിൽ നിയോഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ മാറ്റ് എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരോടും കൂടി 2-3 പേരോട് എഴുതാനുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാവരോടും കൂടി കമ്പൈൻ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രിയിലൊരു തലേ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരൊറ്റ ചോദ്യം പോലും അറിയാൻ പറ്റില്ല. 10 ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റെണ്ണം, ചിലപ്പോൾ വല്ല ഒരെണ്ണം ശരിയായാൽ മാത്രം ശരിയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് നടക്കണ പരിപാടിയല്ല, മിക്കവാറും നാളെ ചുമ്മാ പോയി എഴുതേണ്ട വരും എന്നുള്ള ഇതിൽ ഞാനിരുന്നു. അങ്ങനെ അത് പിന്നെ അതേപോലെ കോളും കട്ട് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോന്നു. എനിക്ക് വിഷമമായിട്ട് ഇത് ഒന്നും നടക്കില്ല, ഇനിയിപ്പം വർഷം പോവും, എന്തായാലും ഇതായെന്നുള്ള രീതി വന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇനി നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം എക്സാം സെൻറ്ററിൽ ചെന്നു. എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു 3 മാസം 6 മാസം ചിലവർ 1 വർഷമൊക്കെ കോച്ചിങ് കഴിഞ്ഞിട്ട് വന്നവർ അവർ ആൻസറൊക്കെ പറയാനായിട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയായി. ഞാൻ പക്ഷേ ബൈബിൾ എടുത്ത് വായിച്ചു, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 200 ചോദ്യത്തിൻ്റെ അകത്ത് എനിക്ക് 50 ചോദ്യം പോലും കറക്റ്റായിട്ട് ആൻസർ അറിയാൻ മേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഞാൻ അങ്ങനെ ആൻസർ 50 എഴുതിയിട്ട് ഇങ്ങനെ നോക്കി കണ്ണു അടച്ചിരുന്ന് 2 വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ മൊത്തം ആൻസർ റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ നിന്ന് ചുമ്മാ സെലക്ട് ചെയ്ത് പുള്ളി വായിക്കാതെ എഴുതുന്ന പോലെ ഇതാണ്. അപ്പോൾ ഇതെനിക്കുള്ളൊരു സിഗ്നലാണെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ആൻസർ ചുമ്മാ ക്ലിക്ക് ചെയ്തു. എനിക്ക് ആദ്യമേ കാണുന്ന ആൻസർ ഒരു മെസ്സേജ് പോലെ ഞാനത് എടുത്ത് അങ്ങ് ക്ലിക്ക് ചെയ്തത് അവസാനം 200 ചോദ്യം ഇത്
ആൻസർ ചെയ്തു. കാശ് രൂപം ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാം ഹാളിൽ റിസ്ക് പിടിച്ച കയറ്റിയത് ഒളിപ്പിച്ച് വെച്ച് കയറ്റിയിട്ട് ഞാൻ പോക്കറ്റ് വെച്ചിട്ട് കാശ് രൂപത്തിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇത് ആൻസർ സെലക്ട് ചെയ്തത്. ആൻസർ സെലക്ട് ചെയ്തു. ഈ 200 ചോദ്യത്തിൻ്റെ അത് ബാക്കിയത്തെ 50 എനിക്ക് ശരിയാണെന്ന് ഉറപ്പില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ ചെയ്തു വെച്ചതാണ്. അങ്ങനെ ഈ 150 തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മൈനസ് മാർക്കേ ഉണ്ടാകത്തുള്ളൂ അവസാനം. എൻ്റെ കൂടെ വന്ന കൂട്ടുകാർക്കെല്ലാം പരീക്ഷ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എളുപ്പമാണ് ഇതാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ആൻസറും തപ്പിയൊന്നും പോയൊന്നുമില്ല, ഒന്നും ചെയ്തുമില്ല. ഞാൻ റിസൾട്ടിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും എല്ലാം ഈ മാറ്റ് എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇത് പ്രാർത്ഥിക്കും. ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും ആവറേജ് കോളേജിൽ കിട്ടണ ഒരു 400 മാർക്കെങ്കിലും വേണം 800-ൻ്റെ അകത്ത്. ഞാൻ ചെയ്ത് ഇത് അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 625 മാർക്കുണ്ട്. 625 മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 200 ചോദ്യം എഴുതിയതിൻ്റെ അകത്ത് നെഗറ്റീവ് മാർക്കും കുറച്ചിലേ പോലും 156 ചോദ്യമെങ്കിലും ശരിയായാലാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. ഞാൻ 2 കോളേജ് ചോദിച്ചു, എറണാകുളത്തുള്ള SCMS-ലും രാജഗിരി കോളേജിലും. പക്ഷേ എൻ്റെ ആഗ്രഹം രാജഗിരി കോളേജിൽ കിട്ടണം എന്നുള്ളതായിരുന്നു. SCMS-ൽ ഞാൻ ചുമ്മാ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്തു. അവിടുത്തെ ഇൻ്റർവ്യൂ ലെവൽ വെച്ച് ഇതെല്ലാം ഞാൻ കാശ് രൂപം കൊണ്ടൊക്കെയാണ് പോയത്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ പോയി. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ഒന്നും ചെയ്യാറില്ല. അധികം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഞാനിന്ന് പ്രാർത്ഥിക്കാറാണ് പതിവുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ SCMS-ൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ പൈസ അടച്ചു. അതുകഴിഞ്ഞിട്ട് രാജഗിരിയിലും ഞാൻ ഇതിന് പോയി, ഇൻ്റർവ്യൂവിന് പോയി. രാജഗിരി ചെന്ന് ഇൻ്റർവ്യൂ വന്നപ്പോൾ SCMS-ൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലെവലിലും അല്ല ഇൻ്റർവ്യൂ ഇരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വയ്ക്കുന്നത്. അതായത് ചെന്ന വഴിയൊക്കെ എന്നോട് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് വെച്ചപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടിപ്പോൾ അങ്ങേയറ്റത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, നമുക്കൊരു അറിവും ഇല്ലാത്തത്. അങ്ങനെ ഇത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും എന്തൊക്കെയോ പറഞ്ഞു. കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമൊക്കെ സമയം കിട്ടുന്ന അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ ഇത് ചൊല്ലിക്കൊണ്ട് ഇത് പറഞ്ഞു. അതേപോലെ ഒരു ബിസിനസ് ക്വിസ് ഉണ്ട്. ആ ബിസിനസ് ക്വിസിങ്ങടെ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പോയത്. അവർ വന്നേരം പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ളവർക്ക് അവർ വിളിച്ച് ജോയിൻ ചെയ്തോളാൻ പറയും. അല്ലാത്തവർക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ അവർ പിന്നീട് ചിലപ്പോഴേ വിളിക്കത്തുള്ളൂ. കാരണം സീറ്റ്സൊക്കെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇത് 15 ദിവസമൊക്കെ ആയിട്ടില്ല. ഏകദേശം ഒരു 1.5 ആഴ്ച ആയപ്പോഴത്തെ എനിക്കിത് പെട്ടെന്ന് ഒരു ദിവസം വൈകിട്ട് മെയിൽ വന്നേക്കോ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എൻ്റെ ഇൻ്റർവ്യൂ ലെവൽ ചെയ്തതിൻ്റെ ഇതിൻ്റെ ലെവൽ വെച്ച് എന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ഇടാനുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. അതെല്ലാം അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹത്താലെ കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നീട് പൈസ നമ്മൾ അഡ്മിഷൻ കൺഫേം ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കണം. ഫീസ് വരുന്ന ഏകദേശം 4 ലക്ഷം രൂപയാണ്. 6 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതായത് അതിന് നന്നായിട്ട് ഓടേണ്ടി വരും. ഇതിപ്പോൾ ഒരു ഫെബ്രുവരി എനിക്ക് അഡ്മിഷൻ വന്നു. ഇപ്പോൾ ഇന്ന് വൈകിട്ട് അഡ്മിഷൻ വന്നെങ്കിൽ എനിക്ക് നാളെ രാവിലെ 11 മണി ആയപ്പോഴത്തെ എൻ്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപയായി. അത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് പോകാൻ വേണ്ടി 10 ലക്ഷം രൂപ തപ്പി നടന്നതിന് ഒരു ഇതുമില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഇത് ചെയ്തിട്ടും കിട്ടില്ല. കാരണം അത് ദൈവം അതെനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. എനിക്ക് ഇച്ചിരി നല്ല. ഇപ്പോൾ ജർമ്മനി പോയാൽ പോലും എനിക്കത് ഞാൻ അവിടുത്തെ ബാച്ചിലേഴ്സ് പാസ് ഔട്ട് ആകുമ്പം 2026 ആവും. ഇവിടെ 2026 ഞാൻ PG കഴിയും. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം അടുപ്പിച്ച് തരുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ സമയം എനിക്ക് അടുപ്പിച്ച് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വേറെ ഉണ്ട്. എനിക്ക് കാശ് രൂപമായിട്ട് ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഞാൻ തോക്കാറില്ല. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ റിലയൻസിൽ ജോലി കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ അതേപോലെ TCS-ൽ എനിക്ക് ഇത് ജോബ് കിട്ടിയിട്ടുണ്ട്. അവിടെ കാശ് രൂപം കൊണ്ട് പോയി. TCS-ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അകത്ത് ജയിച്ചാൽ മാത്രം ആണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. അത് ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് 2 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യമേ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അടിച്ച് കളയാനേ നോക്കത്തുള്ളൂ. അവസാനത്തെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം പെട്ടു. ഞാൻ ഇത് കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നു. അപ്പോൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണേലും എന്താവശ്യം എക്സാമിന് എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോഴാണേലും എവിടെ പോകണമെങ്കിലും നിങ്ങൾക്കൊരു ആവശ്യം ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നിടത്ത് നിങ്ങൾ കാശ് രൂപം കൊണ്ട് പോകണം. അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് വരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണമാണ്. അതായത് ഞാൻ സ്വിഗ്ഗിയിൽ ഡെലിവറി പാർട്ട്ണറായിട്ട് എൻ്റെ എക്സ്പെൻസിന് വേണ്ടി ഞാൻ പോകാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ പോയ സമയത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊരു വയസ്സായ ഒരു
അമ്മൂമ്മ വന്നിട്ട് ഇത് ഫുഡ് ചോദിക്കുന്നു. പക്ഷേ ഹോട്ടലോടൊപ്പം അത് നോക്കണ പോലുമില്ല. അന്നേരം എനിക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയുള്ളൂ, അതിൽ നിന്ന് ഞാൻ പറ്റുന്നത് പോലെ വാങ്ങിച്ചു കൊടുക്കും. ആ അമ്മൂമ്മയ്ക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അതേപോലെ തന്നെ മാക്സിമം ഞാൻ ആരെയും കാണിക്കാതെ, എനിക്ക് ആരെയും കാണിക്കണം എന്നില്ല, ഞാൻ എൻ്റെ ഇതിൽ ആരെയും കാണിക്കാതെ, ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോയാൽ പോലെ ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർ കാണുമെന്നുള്ളൂ, പക്ഷേ എനിക്ക് കാണാതെ ചെയ്യണം എന്നാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. എനിക്ക് ആരുടെ മുമ്പിൽ കാണിക്കണം എന്നില്ല. പിന്നെ അതേപോലെ തന്നെ പത്രം വിതരണം ചെയ്യണ ഏറ്റവും കൂടുതൽ ആശുപത്രിയിലാണ്. പിന്നെ അതേപോലെ കടകളിലൊന്നും ഞാൻ പത്രം കൊടുക്കാറില്ല. ഞാനൊരു പ്രാവശ്യം സത്യം പറഞ്ഞൊരു പള്ളിയുടെ സ്റ്റാളിൽ നിന്ന് തന്നെയാണ് കൃപാസനം പത്രം ഞാനൊരു ബൈബിൾ വാങ്ങിച്ചതിനിപ്പോൾ കൃപാസനം പത്രം കൃപാസനം പത്രം കൊണ്ടാണ് ബൈബിൾ പൊതിഞ്ഞു കൊടുത്തത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ കടകളിലൊന്നും പത്രം കൊടുക്കത്തില്ല. കടയിൽ പത്രം കൊടുക്കാതെ പിന്നെ ഓട്ടോക്കാരുടെ കയ്യിലൊക്കെ പത്രം കൊടുക്കുക. അതായത് അവർക്ക് ഈ ഓട്ടോ ഒന്നും ഇല്ലാത്ത സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർ വായിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇരുന്ന് അവർ വായിക്കണത് കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ഈ രോഗികൾ, അതായത് നമുക്ക് ഈ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഒക്കെ നമുക്ക് ഈ സഹായത്തിന് വേണ്ടി വരുന്ന രോഗികളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വീഡിയോസൊക്കെ കാണാമല്ലോ, അവർക്ക് ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 33:16 തിരുവചനം അരുളി ചെയ്യുന്നു, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഓരോ കൃപകളും 20 വയസ്സുള്ള ബേസിൽ ബിജു ഇവിടെ പറയുമ്പോൾ ഈ മകൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാശുരൂപവും കൊണ്ട് ഞാൻ പുറത്തു പോകുമ്പോൾ, ഏത് കാര്യത്തിനും ഞാൻ പോകുമ്പോൾ ഉടമ്പടി കാശുരൂപവും കൊണ്ടാണ് ഞാൻ പോവുക. എനിക്ക് ഒന്നിനും കുറവ് വന്നിട്ടില്ല. എൻ്റെ കൂടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ ഒരു സാന്നിധ്യം, അതുപോലെ വിശ്വാസം പ്രഘോഷിക്കുക. തനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുമൊക്കെ അല്പം സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് വിശ്വാസ പ്രമാണമാണ്. നാം ആരും പഠിക്കേണ്ട എന്നല്ല ഈ മകൻ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ എത്രമാത്രം പഠിച്ചിട്ടും ജയിക്കാൻ സാധിക്കാത്ത കോഴ്സിന് പോയി 3 മാസം 6 മാസം 1 വർഷമൊക്കെ കോച്ചിങ്ങിന് പോയ കുട്ടികൾ അവിടെ സ്കോർ ലഭിക്കാതെ നിന്നപ്പോൾ എങ്ങനെയാണ് ഈ മകന് സ്കോർ കിട്ടുന്നത്, അതും എത്രമാത്രം കിട്ടി എന്നുള്ളതൊക്കെ നാം കേട്ടു. അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെയുള്ള ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും മറക്കില്ലാത്ത അനുഭവങ്ങളാണ് അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഇതുവരെയും തങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ളത് തിരുവചനം നമ്മോട് പറയുന്നത്. അങ്ങനെ തനിക്ക് എങ്ങനെയാണ് അഡ്മിഷനൊക്കെ കിട്ടുന്നതും, ജർമ്മനിക്ക് പോകാൻ വേണ്ടി നോക്കി, എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ജർമ്മനിക്ക് വിട്ടാൽ മതി. പിന്നീട് അവിടെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജർമ്മനിക്ക് പോകാൻ ലോണൊന്നും പാസ്സാകാതിരുന്ന ആ സെക്യൂരിറ്റി മാത്രം ഉള്ളൂ ഇപ്പോഴും. എന്നാൽ 6 ദിവസം കൊണ്ടുണ്ടാകേണ്ട 4 ലക്ഷം എങ്ങനെയാണ് പെട്ടെന്ന് ലഭിച്ചത്? ഇതിനൊക്കെ ഈ മകനെയും കുടുംബത്തെയും സഹായിച്ചത് ഉടമ്പടി മാത്രമാണെന്നാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ എത്ര പ്രതിസന്ധികളിലാണെങ്കിലും, ഏത് സീറോ ബാലൻസിലാണ് നാം നിൽക്കുന്നതെങ്കിലും, നാം ഈശോയോട് വിശ്വസ്തരാണെങ്കിൽ, നാം അതായത് കർത്താവിനോടാണ് നാം ഉടമ്പടി ചെയ്യുന്നത്. ആ ഉടമ്പടിയിൽ നാം 100% ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ എടുത്തുയർത്തും. അതാണ് ഓരോ അനുഭവ സാക്ഷ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാവുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ എന്തു വന്നാലും, അത് ചിലപ്പോൾ പ്രതിസന്ധികളൊക്കെ തന്നെയാകാം, എന്നാൽ ആ പ്രതിസന്ധികളിലും തളർന്നു പോകാതിരിക്കുവാനുള്ള ഒരു ശക്തിയായി അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.